എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളകാപ്പിനുള്ള സ്റ്റേജ് സെറ്റ് ചെയ്യലായിരുന്നു. കാരണം വൈഫിൻ്റെ 7-ാം മാസം കൊണ്ടുപോക്ക് ചടങ്ങായിരുന്നു. അത് ഓരോ നാട്ടിലും ഓരോ പേരാണ് ഇതിനറിയണത്. അപ്പോൾ വളകാപ്പും കൂടെ ഒരുമിച്ച് നടത്താമെന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ഒരു സ്റ്റേജിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ നല്ലൊരു എമൗണ്ടാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മളെ കൂട്ടുകാരൊക്കെ പറഞ്ഞ് എന്തിനാണ് അങ്ങനെ ചെയ്യണേ, വന്ന് കുറച്ച് വാഴലയും കുറച്ച് പൂവുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ ഒക്കെ കൂടി അവന്മാരൊക്കെ കൂടി വന്ന് ഇതൊന്ന് സെറ്റ് ചെയ്യാന്നുള്ള പ്ലാനായി. അങ്ങനെ നല്ല തൂശനൽ നോക്കി ഒരു 50 തൂശനൽ അങ്ങനെ വാങ്ങി. പിന്നത്തെ ആലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അടിക്കാനുള്ള തുണിയായിരുന്നു. എല്ലാവരും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്താൽ മതി. ഞങ്ങൾ എന്ത് ചെയ്തത്, നേരെ കർട്ടൻ്റെ അവിടെ തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അതാവുമ്പോൾ നമുക്കൊരു സപ്പോർട്ടിനായിട്ട് കർട്ടൻ്റെ ആയ വടി ഉണ്ടാവും. പിന്നെ നമുക്ക് കർട്ടണിലുമ്മ കുളത്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പോവുകയില്ല. അങ്ങനെ ആ ഒരു ഐഡിയ സെറ്റായി. എല്ലാവരും ഇങ്ങനത്തെ പരിപാടി ചെയ്യുമ്പോൾ ഇതേപോലത്തെ സ്റ്റേജാണ് ഉദ്ദേശിക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്താൽ മതി. അങ്ങനെ അക്കുവും നമ്മുടെ അമലും കണ്ണനും പിന്നെ ലച്ചും ഒക്കെ കൂടി ഞാനും ഒക്കെ കൂടിയുള്ള പ്ലാനായിരുന്നു ഇത് മൊത്തം നല്ല ഫിനിഷിങ് ചെയ്യണമെന്ന്. അങ്ങനെ പക്ഷേ വാഴലേമ മുട്ട് സൂചി കുത്തിയപ്പോഴാണ് ഞങ്ങൾക്കൊരു അടി പറ്റിയത്. വാഴലങ്ങനെ കീറി വരുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമാവുമെന്ന് വിചാരിച്ച്. കാരണം ഇങ്ങനെ ബാക്കി കുത്തി ചെയ്യുമ്പോൾ വാഹലയുടെ കീറി ആകെ കൊളോയി. അങ്ങനെ അപ്പം തന്നെ നേരെ പോയി പിന്നെ അങ്ങോട്ട് വാങ്ങിച്ച്. പിന്നെ ആകുമ്പോൾ നമുക്ക് ബാക്കി കുളത്തി വെക്കാമല്ലോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഓരോന്ന് ചെയ്തു വന്നപ്പോൾ ആദ്യമൊന്നും നല്ല ഭംഗിയായിട്ടൊന്നും തോന്നിയില്ല. കാരണം നമ്മിത് ആദ്യമായിട്ടാണ് ചെയ്യണത് ഈ പരിപാടി. അതുകൊണ്ട് തന്നെ ഭയങ്കര വൃത്തികേടാവോ ഇല്ലയോ എന്നൊക്കെ ഉള്ള തോന്നലായിരുന്നു. പിന്നെ വിചാരിച്ച് വാഴ ഒന്ന് വാട്ടാന്ന് വിചാരിച്ച് നമ്മളെ തീ കൊണ്ട്. കാരണം അങ്ങനെ വാട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഴ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഈ വാഴലയുടെ പച്ചപ്പ് പോവും, പിന്നെ നമ്മളെ കളറ് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്തില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് ഇതൊന്ന് കുത്താന്ന് വിചാരിച്ച്. ഞങ്ങൾ ഒരു വൈകിട്ടാണ് ചെയ്തു തുടങ്ങിയത്. ഒരു 3 മണിക്കൂർ എടുത്തത് മൊത്തം ഒന്ന് ഫിനിഷ് ചെയ്യാൻ. ഓരോന്ന് ഇങ്ങനെ കറക്റ്റ് ലെവലിൽ തന്നെ കുത്തി ആണ് നിന്നിരുന്നത്. എല്ലാവർക്കും ചില നേരത്തെ തിരിച്ച് ഭ്രാന്തായി. കാരണം ഇത്രയും വാഴലുണ്ട് ഒന്നാമത്. പിന്നെ 2 സൈഡിൽ നിന്നും കൂടി കുത്തി വന്നപ്പോൾ സാധനം അങ്ങോട്ട് ഉഷാറായി വന്നു തുടങ്ങി. കാരണം ഒരുമിച്ച് പിടിച്ചാൽ മലയും പോകുന്നല്ല പഴഞ്ചൊല്ലല്ലേ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഭംഗിയായി. കാരണം വാഴ കുത്തുമാന്ന് പറയുമ്പോൾ ആ ഒരു നേക്കുണ്ട്, അത് പുറകുവശം നമ്മൾ ഈ തുണിയുടെ ലോക്ക് ചെയ്ത് വെക്കണം, എന്നാലേ ആ ഡിസൈൻ വരുള്ളൂ. ഒരു ഭാഗം നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നു, മറുഭാഗം കുറച്ച് ഡള്ളായിട്ടുണ്ടായി. പക്ഷേ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ മുട്ടുസൂചിയൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ റെഡിയാവും. പിന്നെ ഈ വാഴയുടെ പച്ചപ്പ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ എപ്പോഴും നമ്മൾ വാഴയുടെ ഇതെടുക്കുമ്പോൾ തൂശനില നോക്കിയെടുക്കണം, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ കദമ്പിടാൻ തുടങ്ങി. അപ്പോഴാണ് ഈ പച്ചപ്പിൻ്റെ ഇടയിൽ നമ്മൾ ഈ മഞ്ഞയും ഈ ഓറഞ്ച് പൂക്കളും കൂടെ കൂടുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്നത്. അങ്ങനെ ഓരോരുത്തരായി അതും ഈ കർവ് മോഡലാണ് ഇങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് നല്ല കർവ് രൂപത്തിലാവുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടായി. കാരണം ഒരേ ലെവലിടുമ്പോൾ അതിൻ്റെ അത്രയ്ക്ക് ഭംഗി തോന്നിക്കില്ല. ഇതാവുമ്പോൾ അത്യാവശ്യം ഒരു റോള് പൂവും മതിയായി കറക്റ്റായിട്ട് കർവ് രീതിയിൽ തന്നെ വരികയും ചെയ്ത്. ഇങ്ങനെ ഇട്ട് വന്നപ്പോൾ നല്ല ഭംഗി തോന്നിച്ച്. പിന്നെ ഫിനിഷിങ് സ്റ്റേജാണ് ഈ കാണുന്നത്. ഇത് കുറേ നേരത്തെ കഠിന പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ സാധനം. ഫിനിഷായി വന്നപ്പോൾ സംഭവം ഇങ്ങനെയായി. പക്ഷെ വന്നവർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട്. കാരണം അധികം ചിലവുമില്ല. ഇപ്പോൾ ഒരു സ്റ്റേജ് വർക്കിന് എങ്ങനെയായാലും ഒരു 6000 രൂപയെങ്കിലും വരും. ഇത് 10,500 രൂപയ്ക്ക് 1000 രൂപ വന്നുള്ളൂ മാക്സിമം. സാധനം കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ക്ഷീണിച്ച്. കാരണം ഇത് കുത്തി കുറേ നേരം പിടിച്ച്. പിന്നെ പുറത്തിരുന്ന് ചോറൊക്കെ തിന്ന് ഒരു വട്ടകയിൽ ചിക്കനും ചോറും ഒക്കെ കഴിച്ച് പിന്നെ 12 മണി വരെ കഥയൊക്കെ പറഞ്ഞുള്ള ഇരിപ്പായിരുന്നു. പിന്നെ എന്തായാലും എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കണം, നല്ലതായിരിക്കുള്ളൂ ഓരോ പരിപാടി.